നാഷണൽ കൗൺസിൽ ഓഫ് കേരള ഹിന്ദു ഹെറിറ്റേജും ഭാവലയ ഭജൻ യുകെയും ചേർന്ന് സംഘടിപ്പിച്ച ഭജൻ മത്സരം ആത്മനിവൃത്തിയുടെ മനോഹര നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. യൂറോപ്പിൽ തന്നെ ആദ്യമായാണ് ഭജൻ മത്സരം നടത്തുന്നത്. കുട്ടികളും മുതിർന്നവരുമായി 12ഓളം ടീമുകൾ മത്സരത്തിന്റെ ഭാഗമായി. സാമ്പ്രദായിക രീതിയിലുള്ള ഭജൻസ് ഒരുക്കുന്ന പ്രശസ്തരായ ഭാവലയ ഭവൻസ് 10 വർഷത്തെ ഭജൻ പാരമ്പര്യം പുതുതലമുറകളിലേക്ക് കൂടി പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ യോവിൽ മലയാളി ഹിന്ദു സമാജവും 2ാം സ്ഥാനത്ത് ജനരഞ്ജിനി സ്കൂൾ ഓഫ് മ്യൂസിക്കും സ്വന്തമാക്കി. സീനിയർ വിഭാഗത്തിൽ കവൻട്രി മലയാളി സമാജത്തിനും 2ാം സ്ഥാനം ലെസ്റ്റർ മലയാളി സമാജത്തിനുമാണ്. ഡെർബിയിലെ വേദാഞ്ജലി ഡാൻസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച മനോഹരമായ ക്ലാസിക്കൽ ഫ്യൂഷൻ നൃത്തത്തോടെയാണ് പരിപാടി തുടങ്ങിയത്. ഉദ്ഘാടനത്തിൽ ഡെർബി ഗീതാഭവൻ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി പണ്ഡിറ്റ് ജി ഭദ്രദീപം കൊളുത്തി ഭജൻസ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ കൗൺസിൽ ഓഫ് കേരള ഹിന്ദു ഹെറിറ്റേജിന്റെ ചെയർമാൻ ഗോപകുമാറും ഭാവലയ ടീം ലീഡർ സുരേഷ് ശങ്കരൻ കുട്ടിയും ഭാവലയ ഭജൻസിന്റെ ടീം അംഗം ബിന്ദു സരസ്വതിയും ഈസ്റ്റ് മിഡ്ലാൻഡ് ഹിന്ദു സമൂഹത്തിന്റെ പ്രസിഡന്റ് ജയനും അഭിലാഷും പ്രശാന്ത് രവിയും പ്രമോദ് പിള്ളയും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിപിൻ, ബിന്ദു കലാരാജ് എന്നിവർ പരിപാടിയുടെ അവതാരകരായി. ഇതിനിടയിൽ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ഉച്ചയോടെ വിശ്വജിത്തിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതം അരങ്ങേറി. പിന്നീട് ഭാവലയ ഭജൻസ് ടീം ഭജൻ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞൊരു സെക്ഷനും സംഘടിപ്പിച്ചു. ശേഷം പ്രണവം സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ ചെണ്ടമേളത്തിന് ശേഷം സമ്മാനങ്ങൾ വിതരണം ചെയ്തു.